Hi friends, എല്ലാവർക്കും Techispace Malayalamത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Moto One Fusion Plusന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് Pubg ആണ്. അതിനുശേഷം Call of Duty, Asphalt 9, Test 2020, FreeFire എന്ന ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചു നോക്കാൻ പോവാണ്. ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഡിവൈസിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 68%, ടെമ്പറേച്ചർ 31 ഡിഗ്രി. Moto One Fusion Plusൽ Pubg ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ലെവലാണ്. നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിങ്സിലാണ്. HDR ഗ്രാഫിക്സ് ലെവൽ നിലവിൽ ഈ ഒരു ഡിവൈസിൽ കളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. Moto One Fusion Plusൽ സ്നാപ്ഡ്രാഗൺ 730G പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. GPU യൂസ് ചെയ്തിരിക്കുന്നത് Adreno 618 ആണ്. 5000 mAhന്റെ ബാറ്ററിയും 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് ഡിവൈസായിട്ട് നമുക്ക് Moto One Fusion Plus മാറുകയാണ്. നമുക്കിവിടെ ഗെയിം കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ നമ്മുടെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന ഒരു രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലെ ഡിവൈസുകൾ ഇപ്പോൾ നമ്മൾ സ്പെഷ്യലി പറയുകയാണെങ്കിൽ Realme 6 Pro, സാംസങ് M31, പോക്കോ X2 ആ ഡിവൈസുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസുകളെക്കാളും നല്ലൊരു കോമ്പീറ്റ് ചെയ്യുന്നൊരു പെർഫോമൻസ്, ഒരു ഗെയിമിംഗ് പെർഫോമൻസ് എന്തായാലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് Moto One Fusion Plusൽ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്നൊന്നും പറയാനായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് അധികം ഓവർ ഹീറ്റിംഗ് ഒന്നും നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അനുഭവപ്പെട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ റെഡ്മിയുടെയും റിയൽമിയുടെയും ഒക്കെ ഫോണുകൾ വെച്ച് സാംസങ്ങിൻ്റെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 38, 39, 40 ഡിഗ്രി ഒക്കെ, ചില ഫോണുകളിലൊക്കെ 42 ഡിഗ്രി വരെയൊക്കെ ഫോൺ ഹീറ്റ് ആവുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്തരം ഇഷ്യൂസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റ് നമ്മൾ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാറ്ററി ലെവൽ 62% ആണ്, ടെമ്പറേച്ചർ 35.5 ഡിഗ്രി. അപ്പോൾ 6% ചാർജ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഡിവൈസ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രിയൊക്കെയാണ് റൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ റൈസ് ആയിട്ടില്ല. നമുക്ക് തുടർന്ന് ഗെയിമിംഗ് കളിക്കുമ്പോൾ കൂടുതൽ ഹീറ്റിംഗ് വരുന്നുണ്ടോ നോക്കാം. Reloading. Cover me. Reloading. Reloading. Sniper! നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന ഗെയിം Moto One Fusion Plusൽ വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നത്. യാതൊരു പ്രശ്നവും നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമുക്കൊരു റേസിംഗ് ഗെയിം ഈ ഒരു ഡിവൈസിൽ കളിച്ച് നോക്കാം. നമ്മളിപ്പോൾ കളിച്ച് നോക്കാൻ പോകുന്ന Asphalt 9 എന്നൊരു ഗെയിമാണ്.
Asphalt 9 വളരെ നല്ല പെർഫോമൻസോട് കൂടി തന്നെ നമുക്ക് മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് യാതൊരു പ്രശ്നവും കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് PES 2020 എന്ന ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. PES 2020 മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൽ മീഡിയം ഗ്രാഫിക്സ് ലെവലിലാണ് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നത്. ഹൈ ഗ്രാഫിക്സിലല്ല നമ്മളിപ്പോൾ കളിക്കുന്നത്, മീഡിയം ഗ്രാഫിക്സ് ലെവലിലെ ഒരു പെർഫോമൻസാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന ഫാക്ടേഴ്സൊന്നും നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് PES 2020 കളിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അവസാനമായിട്ട് FreeFire എന്ന ഗെയിം കൂടി നമുക്കൊന്ന് കളിച്ച് നോക്കാം. അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നൊരു ഫാക്ടർ സാധാരണ ഗെയിമിംഗ് ഡിവൈസുകളിൽ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഈ ഒരു ഡിവൈസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഹീറ്റിംഗ് ഇഷ്യൂ കാര്യമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ നോർമലി നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ഗെയിമിങ്ങും നമ്മൾ റൂം ടെമ്പറേച്ചർ ഒരു 27 ഡിഗ്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് റെഡ്മിയുടെയും റിയൽമിയുടെയും സാംസങ്ങിൻ്റെ ഒക്കെ ഡിവൈസുകളിൽ നമുക്ക് മാക്സിമം 42 ഡിഗ്രി വരെ അല്ലെങ്കിൽ എന്തായാലും ഒരു ആവറേജ് 39 എബോവ് നമുക്ക് ടെമ്പറേച്ചർ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 35-36 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 56% ആണ്, ടെമ്പറേച്ചർ 35.3 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കുറേ നേരം ഗെയിം കളിച്ചാലും ടെമ്പറേച്ചർ വേരിയേഷൻ മുകളിലേക്ക് 36 മുകളിലേക്ക് എന്തായാലും പോകുന്നില്ല എന്നുള്ളതാണ്. റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണെങ്കിൽ കുറച്ചും കൂടി വേരിയേഷനുള്ള ടെമ്പറേച്ചറിൽ കളിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻസ് എന്തായാലും കാണുള്ളൂ. എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലുള്ള ഗെയിമിംഗ് ഡിവൈസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരു കൂളിംഗ് നമ്മൾ ഈ ഒരു ഡിവൈസിൽ കാണുന്നുണ്ട്. ഒരു ഹീറ്റിംഗ് ഇഷ്യൂ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിൽ കാണുന്നില്ല. അതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഗിവുകളൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.